ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സിമെട്രിക് റിലേഷനെ കുറിച്ചാണ്. A relation R on a set A is said to be symmetric whenever ordinate pair AB belongs to R. It implies that BA belongs to R. എന്ന് വെച്ചാൽ suppose we have a set A is equal to set 1, 2, 3 and we have a relation defined on it. A relation defined on A ആണെങ്കിൽ R will be a subset of A cross A ആയിരിക്കും. Let R be 1, 1, 2, 1, 1, 2 and 3, 1. ഇതാണ് നമ്മുടെ റിലേഷൻ എങ്കിൽ take any AB belongs to R. Let us take 1, 1 first. ആദ്യം നമുക്ക് 1, 1 ഒന്ന് എടുത്തു നോക്കാം. 1, 1 ആറിലെ എലമെൻ്റ് ആകുമ്പോൾ എയും ബിയും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ ഓർഡേറ്റ് പെയർ. അപ്പോൾ ഇവിടെ 1, 1 ചൂസ് ചെയ്താൽ 1, 1 ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് എയും ബിയും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ എഗെയിൻ വി ആർ ഗെറ്റിംഗ് 1, 1. 1, 1 ആറിലെ എലമെൻ്റാണ്. ഇനി അടുത്ത എലമെൻറ്റ് 2, 1 ചൂസ് ചെയ്യുക. 2, 1 ബിലോങ്സ് ടു ആർ. 2, 1 ആറിലെ എലമെൻ്റാണ്. 1, 2 നോക്കാം. 1, 2 ഈസ് ഓൾസോ ആൻ എലമെൻറ്റ് ഓഫ് ആർ. അപ്പോൾ എ ബി ഉള്ളപ്പോൾ ബി എ ഉണ്ട്. തിരിച്ച് 1, 2 ചൂസ് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2, 1 ഈ റിലേഷനകത്തുണ്ട്. അടുത്ത എലമെൻറ്റ് 3, 1 ആണ്. 3, 1 ബിലോങ്സ് ടു ആർ ആണ്. നമുക്ക് കാണാം 3, 1 ബിലോങ്സ് ടു ആർ ആണ്. ബട്ട് വാട്ട് അബൌട്ട് 1, 3? 1, 3 ആറിനകത്തെ എലമെൻ്റ് ആണോ? 1, 3 ആറിനകത്തെ എലമെൻ്റ് അല്ല. 1, 3 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. അപ്പോൾ ഈ ഒരു എലമെൻറ്റ് ഈ കണ്ടീഷൻ, അതായത് വെനെവർ എ ബി ബിലോങ്സ് ടു ആർ ബി എ ബിലോങ്സ് ടു ആർ എന്നുള്ള കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ ഞാൻ എഴുതിയ ഈ റിലേഷൻ ഒരു സിമെട്രിക് റിലേഷൻ അല്ല. ഇനി ഈ റിലേഷനകത്ത് ഞാൻ 1, 3 കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ 1, 3 കൂടി ഉള്ള ഒരു റിലേഷനാണ് എടുക്കുന്നതെങ്കിൽ അപ്പോൾ അവിടെ 3, 1 ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് 1, 3 ബിലോങ്സ് ടു ആർ. 1, 3 ബിലോങ്സ് ടു ആർ ആണ്. ആ സിറ്റുവേഷനിൽ വി ക്യാൻ സേ ആർ ഈസ് എ സിമെട്രിക് റിലേഷൻ. അപ്പോൾ ആറിനുള്ള റിലേഷനകത്തുള്ള ഓർഡേറ്റ് പെയേഴ്സ് എല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ വെനെവർ എ ബി ബിലോങ്സ് ടു ആർ വി ഹാവ് ബി എ ബിലോങ്സ് ടു ആർ എന്ന് കിട്ടുകയാണെങ്കിൽ ആ റിലേഷനെ നമുക്ക് സിമെട്രിക് റിലേഷൻ എന്ന് പറയാൻ പറ്റും. ഇൻ അതർ വേർഡ്സ് ആർ ഈസ് എ സിമെട്രിക് റിലേഷൻ പ്രൊവൈഡഡ് ദാറ്റ് വെനെവർ എ ഈസ് റിലേറ്റഡ് ടു ബി, ബി ഈസ് റിലേറ്റഡ് ടു എ. അനദർ വേ ടു സേ ദ സെയിം തിങ്, ഇത് പറയാനായിട്ട് ഉള്ള മറ്റൊരു വഴി ആർ ഈസ് സിമെട്രിക് പ്രൊവൈഡഡ് ആർ ഈക്വൽ ടു ആർ ഇൻവേഴ്സ്. ആർ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഇഫ് the relation R is defined as set of all AB such that A belongs to A and B belongs to B ആണെങ്കിൽ R inverse is the set of all BA such that AB belongs to R, A belongs to A and B belongs to B. A യിലെ എലമെൻറ്റും ബി ബിയിലെ എലമെൻറ്റുമായിട്ട് വരുമ്പോൾ ഈ എ ബി എന്നുള്ള ഓർഡേർഡ് പെയറുകൾ ആറിലെ എലമെൻറ്റ്സ് ആയിട്ടുള്ള ഓർഡേർഡ് പെയറുകളെ ജസ്റ്റ് റിവേഴ്സ് ചെയ്തിട്ട് എഴുതുമ്പോൾ കിട്ടുന്ന പുതിയൊരു സെറ്റ്. ആ സെറ്റും ഓർഡേർഡ് പെയേഴ്സിൻ്റെ കളക്ഷൻ ആയിരിക്കും. അതിനെ നമുക്ക് ആർ ഇൻവേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ സിമെട്രിക് റിലേഷൻ ആകുന്നത് ആറും ആർ ഇൻവേഴ്സും സെയിം ആകുന്ന സിറ്റുവേഷനിലാണ്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ബി ഓഫ് എക്സ് വൈ represents that x is the brother of y. b of x y എന്ന് പറയുന്ന ഒരു റിലേഷനാണ്. x is related to y. x yയോട് റിലേറ്റഡ് ആകുന്നത് whenever x is the brother of y. x yയുടെ ബ്രദർ ആകുമ്പോഴാണ്. this relation is not a symmetric relation. എന്തുകൊണ്ടാണ്? ജോസ് is the brother of Jasmine but Jasmine is not a brother of ജോസ്. ജോസ് ജാസ്മിൻ്റെ ബ്രദർ ആയതുകൊണ്ട് തിരിച്ച് ജാസ്മിൻ ജോസിൻ്റെ ബ്രദർ ആകണമെന്നില്ല. ജാസ്മിൻ ഇസ് ദി സിസ്റ്റർ ഓഫ് ജോസ് ആണ്. ഓക്കെ, അപ്പോൾ ദിസ് റിലേഷൻ ഈസ് നോട്ട് എ സിമെട്രിക് റിലേഷൻ. ഓൺ ദി അതർ ഹാൻഡ് ഇഫ് വി ടേക്ക് ദ ഡൊമെയിൻ ടു ബി ഓൾ ഹ്യൂമൻ മെയിൽസ്, ഇപ്പം നമ്മൾ എക്സ് വൈ കൺസിഡർ ചെയ്യുമ്പോൾ മെയിൽ ആയിട്ടുള്ള ആളുകളെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്പെഷ്യൽ കേസിൽ ഈ റിലേഷൻ സിമെട്രിക് റിലേഷൻ ആകും. അപ്പോൾ നമ്മുടെ ഡൊമെയിനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് സിമെട്രിക് റിലേഷൻ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്.
സിമെട്രിക് റിലേഷന് ചില എക്സാമ്പിൾസ് നോക്കാം. കൺസിഡർ ദി ഫോളോയിങ് റിലേഷൻസ് ഓൺ ദി സെറ്റ് 1 2 3 4 വിച്ച് ഓഫ് ദീസ് ആർ സിമെട്രിക്. താഴെ തന്നിരിക്കുന്ന റിലേഷൻസിൽ ഏതൊക്കെയാണ് സിമെട്രിക് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ റിലേഷനിൽ 1 1നെ ഇൻ്റർചേഞ്ച് ചെയ്ത് കമ്പോണൻസിനെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ 1 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ എലമെൻറ്റ് സിമെട്രിയുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അടുത്തത് 1 2 ആണ്. 1 2നെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ 2 1 കിട്ടും. 2 1 ബിലോങ്സ് ടു ദിസ് R1. അഗെയിൻ 2 1 എടുക്കുമ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ 1 2 കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രണ്ട് എലമെൻറ്റ്സും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. 2 2നെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ 2 2 തന്നെയാണ് കിട്ടുക. അടുത്തത് 3 4നെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ 4 3 കിട്ടും. 4 3 ഡസ് നോട്ട് ബിലോങ്സ് ടു R1. അപ്പോൾ ഒരു എലമെൻറ്റ് ഈ കണ്ടീഷൻ വയലേറ്റ് ചെയ്തതുകൊണ്ട് R1 ഈസ് നോട്ട് എ സിമെട്രിക് റിലേഷൻ. ഇനി നമുക്ക് R2 നോക്കാം. 1 1 സാറ്റിസ്ഫൈസ് ദിസ് കണ്ടീഷൻ. 1 1ലെ എലമെൻറ്റ്സിനെ രണ്ടിനെയും ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ 1 1 തന്നെയാണ്, അത് R2ലെ എലമെൻ്റാണ്. 1 2ലെ എലമെൻറ്റ്സിനെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ 2 1 ആണ്, ബോത്ത് ബിലോങ്ങിങ് ടു R2. അപ്പോൾ R2ലുള്ള എല്ലാ എലമെൻറ്റ്സും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. വെനെവർ എ ബി ബിലോങ്സ് ടു R, വി ഹാവ് ബി എ ബിലോങ്സ് ടു R. അതുകൊണ്ട് R2 ഈസ് എ സിമെട്രിക് റിലേഷൻ. നെക്സ്റ്റ് വി ക്യാൻ ചെക്ക് R3. 1 1 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 1 2 ഉള്ളപ്പോൾ 2 1 ഉണ്ട്. 1 4 ഉള്ളപ്പോൾ 4 1 ഉണ്ട്. 2 2 ഉള്ളപ്പോൾ 2 2 തന്നെയുണ്ട്. 3 3 ഇൻവേർട്ട് ചെയ്യുമ്പോൾ 3 3 കിട്ടും, ആ എലമെൻ്റ് ഉണ്ട്. 4 4നെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ 4 4 തന്നെ കിട്ടും. അപ്പോൾ എല്ലാ എലമെൻറ്റ്സും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതുകൊണ്ട് R3 ഈസ് എ സിമെട്രിക് റിലേഷൻ. നെക്സ്റ്റ് വി ടേക്ക് R4. 2 1 ബിലോങ്സ് ടു R4 ബട്ട് 1 2 ഡസ് നോട്ട് ബിലോങ്സ് ടു R4. Therefore, R4 is not a symmetric relation. ഒരു എലമെൻറ്റ് വയലേറ്റ് ചെയ്താൽ നമുക്ക് സിമെട്രിക് അല്ല എന്ന് പറയാൻ പറ്റും. ആണ് എന്ന് പറയണമെങ്കിൽ എല്ലാ എലമെൻറ്റ്സും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. R5 നോക്കാം. 1 1ൻ്റെ എലമെൻറ്റ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ 1 1 തന്നെ കിട്ടും. സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ. 1 2നെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ 2 1. 2 1 ഡസ് നോട്ട് ബിലോങ്സ് ടു R5. 2 1 ഡസ് നോട്ട് ബിലോങ്സ് ടു R5. Therefore, R5 is also not a symmetric relation. Another example for symmetric relation. Consider the following relations on Z. Z is the set of all integers. Which of these relations are symmetric? R1. R1 elements. An ordered pair AB belongs to R1 if and only if A is less than or equal to B. Then can you say BA belongs to R or not? We can say BA does not belongs to R because since A less than or equal to B, B is not less than or equal to A. Therefore, BA does not belongs to R. In this case, R1 is not a symmetric relation. Again, R2. An element AB belongs to R2 if A greater than B. Therefore, BA does not belong to R2 since whenever A greater than B, B is not greater than A. Therefore, second relation is also not a symmetric relation. Now take the Now take R3. Here AB belongs to R3 whenever A equal to B or A equal to minus B. Therefore, whenever AB belongs to R, we have either A equal to B or A equal to minus B. Then substitute here, we will get the elements in R will be of the form either BB or it is minus BB. Whenever BB belongs to R, again interchanging them, BB belongs to R. Whenever minus B, B belongs to R, then B minus B is also belonging to R. Therefore, the third relation R3 is a symmetric relation.
Now take R4. R4 is the set of all ordered pairs of the form AB. Whenever A equal to B, substituting B as A, then the elements in R4 will be of the form AA. All elements of R4 will be of the form AA. While we interchange them, we are again getting AA. They are satisfying the symmetric condition. Therefore, R4 is also a symmetric relation. Now take R5. Take any element AB belongs to R5. If AB belongs to R5, we have A equal to B plus 1. Then we can write B is equal to A minus 1, which implies BA does not belong to R5. If BA belongs to R5, then B should be equal to A plus 1, but B is equal to A minus 1. Therefore, R5 is also not a symmetric relation. Now, let us think about R6. Whenever AB belongs to R6, we have A plus B is less than or equal to 3. If A plus B is less than or equal to 3, then B plus A is also less than or equal to 3. That is, ordered pair BA is also belonging to R6. Therefore, R6 is a symmetric relation. Thank you.